തൃശൂർ പൂരത്തിലെ എഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ടിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചനയും ബാഹ്യ ഇടപെടലും ഉണ്ടായെന്ന് ആവർത്തിച്ച് സിപിഐ നേതാവ് VS സുനിൽകുമാർ രംഗത്തെത്തി. റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസും ആവശ്യപ്പെട്ടു. CBI അന്വേഷണം വേണമെന്നും ഗൂഢാലോചനയുണ്ടായെന്നും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും ആവർത്തിച്ചു. തൃശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യ ഇടപെടലില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ADGP റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് റിപ്പോർട്ടിനെതിരെ CPIയും കോൺഗ്രസും രംഗത്തെത്തിയത്. പൂരം കലക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടലുണ്ടായെന്ന് CPI നേതാവ് VS സുനിൽകുമാർ ആവർത്തിച്ചു. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടെന്നുള്ളതും അതിന് പിന്നിൽ രാഷ്ട്രീയമായി താല്പര്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലായിരുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പൂരം അലങ്കോലപ്പെടുന്നതിന്റെ പിന്നിൽ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ADGPയുടെ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കും. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ആരോപണ വിധേയൻ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ട് പ്രഹസനമാണെന്നും അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോൺഗ്രസ് നിയമപരമായ മാർഗങ്ങൾ തേടുമെന്നും VD സതീശൻ. പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ ആ റിപ്പോർട്ട്, അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. പൂരം കലക്കിയതിനെ കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. പൂരം തകർക്കാൻ ഗൂഢാലോചന ഉണ്ടായെന്ന് ആവർത്തിച്ച് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും രംഗത്തെത്തി. പൂരത്തിന്റെ തുടക്കം മുതലേ പാളിച്ചകളുണ്ടായെന്ന് തിരുവമ്പാടി ദേവസ്വം ആവർത്തിച്ചു. പൂരം അലങ്കോലമായതിൽ ജുഡീഷ്യൽ അന്വേഷണമല്ല CBI അന്വേഷണമാണ് വേണ്ടതെന്നാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആവശ്യം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം.